ഹായ്, എല്ലായിടത്തും ഫുട്ബോൾ ആവേശം പടർന്നു പിടിച്ചിരിക്കുകയാണല്ലോ. ഫുട്ബോൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പയ്യന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഇസ്ലി എന്നു പേരുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് പതിവ് പോലെ പുലർച്ചെ തന്നെ അവരുണർന്നു. തന്റെ രണ്ട് മക്കളായ ബാരിഷിനെയും ഇസ്മായിലിനെയും ഉണർത്താൻ പോയി. തുടർന്നവരെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. എന്നാൽ ഡൈനിങ് ടേബിളിൽ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ബാരിഷ് തന്റെ പ്രിയപ്പെട്ട ഫുട്ബോളും എടുത്ത് നേരെ മൈതാനത്തേക്ക് ഓടി. തന്റെ മകൻ ഒരു ഫുട്ബോൾ ഭ്രാന്തനാണെന്ന് ഇസ്ലിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും കുറഞ്ഞ പക്ഷം അവനാദ്യം പ്രഭാത ഭക്ഷണമെങ്കിലും കഴിക്കണം എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. മകൻ ഭക്ഷണം കഴിക്കാത്തതിലുള്ള ആശങ്കയിൽ ഇസ്ലി തന്റെ ഭർത്താവ് അലി തെരിയോട് ബാരിഷിനെ മൈതാനത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കാത്തിരിക്കുന്നതിനിടയിൽ ഇസ്ലി തന്റെ പതിവ് ജോലികൾ തുടർന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഭയാനകമായൊരു നിശബ്ദത പടർന്നു. ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ശബ്ദങ്ങൾ അപ്രത്യക്ഷമായി. കടന്നുപോകുന്ന വണ്ടികളുടെ ശബ്ദവും നിലച്ചു. അത് തിരിച്ചറിഞ്ഞപ്പോ അവളുടെ ഹൃദയം ആശങ്കയോടെ വേഗത്തിൽ മിടിക്കാൻ ആരംഭിച്ചു. ബാരിഷ് കളിച്ചിരുന്ന ആ മൈതാനത്തേക്ക് അവൾ വേഗത്തിൽ ഓടിച്ചെന്നു. ഭയാനകമായ എന്തോ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയത്താൽ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിനടുത്തെത്തിയപ്പോ അവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് ഇസ്ലി നോക്കിക്കണ്ടു. അവളുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ ആരംഭിച്ചു. ഒരു മോശം ചിന്ത അവളുടെ ഉള്ളിലേക്ക് പടർന്നു. ബസ്സിനടിയിൽ അപകടത്തിൽപ്പെട്ട ബാരിഷിനെ പുറത്തെടുക്കുന്നത് കാണുന്നതുവരേക്കും അവളുടെ ഉള്ളിലെ ആ മിടിപ്പ് വർദ്ധിച്ചു വന്നിരുന്നു. ആ ഭയാനകമായ കാഴ്ച സഹിക്കാൻ കഴിയാതെ അവൾ ബോധം കെട്ടു വീണു. അതേസമയം ആഘാതത്തിൽ ബോധരഹിതനായ മകനെ അവളുടെ ഭർത്താവ് അലി താങ്ങിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും അത്രമേൽ അസ്വസ്ഥനായി കാണപ്പെട്ടു. പിന്നീട് അവർ ആശുപത്രിയിലായി. ഏകദേശം ഒരു ദിവസം മുഴുവൻ ബോധരഹിതയായി കിടന്ന ശേഷമാണ് ഇസ്ലി കണ്ണുകൾ തുറന്നത്. കണ്ണ് തുറന്നതും മനസ്സിൽ ബാരിഷിനെ കുറിച്ചുള്ള ആശങ്ക മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ശരീരത്തിൽ വേദനയുണ്ടായിരുന്നിട്ടും അവൾ നിന്നില്ല. മകനെ കാണാനായി വാശി പിടിച്ചു ചെന്നു. ഒടുവിൽ ജീവനോടെ അധിക പരിക്കൊന്നുമില്ലാതെ മകൻ കിടക്കുന്നു എന്ന് കണ്ടതും അവർക്ക് തെല്ല ആശ്വാസം തോന്നി. അവന്റെ നെഞ്ചിൽ തൊട്ടപ്പോ വല്ലാതെ തണുത്തിരുന്നു. കമ്പിളിയെടുത്ത് അവൾ ആ ഭാഗം മൂടി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവളുടെ കൈ ബാരിഷിന്റെ വലതുകാലിന്റെ ഭാഗത്തിൽ മുട്ടിയത്. അവിടെ തികച്ചും ശൂന്യമായി കാണപ്പെട്ടിരുന്നു. അവൾ നോക്കിയപ്പോ അവന്റെ കാലവിടെയില്ല. അത് മുറിച്ചു നീക്കം ചെയ്തിരുന്നു. അത് കണ്ടതും അവളുടെ ലോകം പൂർണ്ണമായി തലകീഴ്മേൽ മറഞ്ഞു. ഇസ്ലി തീർത്തും ദുഃഖത്തോടെ ഉറക്ക നിലവിളിച്ചു. അവൾക്ക് കടുത്ത ദേഷ്യം തന്റെ ഭർത്താവിനോട് തോന്നിയിരുന്നു. മകനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് അദ്ദേഹം കളി കണ്ടവനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. തുടർന്നാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അപകടമുണ്ടായതും. ആ അപകടം അവരുടെ മകന്റെ കാൽ നഷ്ടപ്പെടുത്തി. അലിയുടെ അശ്രദ്ധയാണ് ഇതിന് കാരണം എന്നാണ് ഇസ്ലി പറയുന്നത്. ആശുപത്രിയിൽ എത്തിയപ്പോ ബാരിഷിന്റെ ജീവൻ രക്ഷിക്കാൻ കാൽ മുറിച്ചു മാറ്റുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതോടെയായിരുന്നു അലിക്കത് അനുവദിക്കേണ്ടി വന്നത്. താൻ കാരണം അങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന കുറ്റബോധം അലിയെയും വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഒടുവിൽ ചികിത്സകളുടെ അവസാനം ബാരിഷ് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇസ്മായിലിന് തന്റെ അനിയനെ സഹതാപത്തോടെ മാത്രമേ നോക്കാൻ സാധിച്ചുള്ളൂ. അതേസമയം ബാരിഷും പൂർണ്ണമായി തകർന്നു പോയിരുന്നു. അവന്റെ ജീവിതത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടതുപോലെ അവന് തോന്നി. ഒരു ഫുട്ബോൾ കളിക്കാരനാവുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. അതിന് സാധ്യമാവില്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അയൽക്കാരും ബന്ധുക്കളും മാറി മാറി അവനെ സന്ദർശിക്കാൻ വന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും ഒടുവിൽ പോയപ്പോ അലി തന്റെ ഭാര്യയോട് ബാരിഷിന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചു. എന്താകുമെന്ന് തനിക്കറിയില്ല എന്നായിരുന്നു ഇസ്ലി മറുപടി പറഞ്ഞത്. പക്ഷേ എന്ത് വില കൊടുത്തും തന്റെ മകനെ താൻ പിന്തുണയ്ക്കും എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഓരോ ദിവസവും ഇസ്ലി ബാരിഷിനെ വീണ്ടും സന്തോഷിപ്പിക്കാനുള്ള വഴി കണ്ടെത്താൻ കഠിനമായി ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം അവൾ അവിചാരിതമായി തന്റെ രണ്ട് മക്കൾ തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്നതുവരെ അവൾക്ക് മുമ്പിൽ ഒരു വഴിയും തെളിഞ്ഞിരുന്നില്ല. ബാരിഷ് മർഡോണയുടെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മർഡോണ ആരെന്നല്ലേ? അവരുടെ വീട്ടിൽ പതിവായി വരാറുള്ള ഒരു തെരുവുനായായിരുന്നു അത്. തന്റെ പ്രിയപ്പെട്ട സോക്കർ കളിക്കാരന്റെ പേരായിരുന്നു ബാരിഷ് അതിന് നൽകിയിരുന്നത്. ഇസ്ലിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ മകന്റെ ആവേശം തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ മർഡോണയ്ക്ക് സാധിച്ചേക്കും. മുമ്പ് മകനെ നായയെ വളർത്തുന്നതിൽ നിന്ന് അവൾ വിലക്കിയിരുന്നെങ്കിലും അവൻ വീണ്ടും പുഞ്ചിരിക്കുന്നതിനായി നായയെ വളർത്താൻ അവൾ സമ്മതിച്ചു. യാതൊരു മടിയും കൂടാതെ അവൾ മർഡോണയെടുത്ത് വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവന്നു. അവളുടെ തീരുമാനം തീർത്തും ശരിയായിരുന്നു. നായയെ വീണ്ടും കണ്ടപ്പോ ബാരിഷ് വളരെ സന്തോഷവാനായി കാണപ്പെട്ടു.
ഒരു ദിവസം ബാരിഷ് ഒടുവിൽ വീണ്ടും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചപ്പോ ഇസ്ലയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നി. ഇത്രനാളും വീടിനുള്ളിൽ ചടച്ചുകൂടിയ അവൻ പുറത്തു പോകണമെന്ന് പറയുന്നു. കൂട്ടത്തിൽ സ്കൂളിൽ പോകണം എന്നും അവൻ കൂട്ടിച്ചേർത്തു. തന്റെ മകന്റെ ആ അഭ്യർത്ഥന കേട്ടപ്പോ അവൻ എന്താഗ്രഹിച്ചാലും താൻ പിന്തുണയ്ക്കും എന്നവൾ മറുപടി നൽകി. പിന്നീട് ഏറെ സന്തോഷത്തോടെ അവൾ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാരിഷിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവന്റെ വൈകല്യം കാരണം ബാരിഷ് പരിഹാസത്തിനും അപമാനത്തിനും ഇരയാവുകയായിരുന്നു ചെയ്തത്. അവന്റെ സുഹൃത്തുക്കളും എന്തിനേറെ പ്രിൻസിപ്പൽ പോലും അവനെ വിചിത്രമായ രീതിയിൽ നോക്കി. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് അവന് പഠനം തുടരാനുള്ള അനുമതി പോലും പ്രിൻസിപ്പൽ നൽകിയില്ല. ബാരിഷിനെ പോലൊരു കുട്ടി അവിടെ പഠിച്ചാൽ അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്ത് തങ്ങൾക്ക് ഭയമുണ്ട് എന്നായിരുന്നു പ്രിൻസിപ്പൽ വാദിച്ചത്. സ്കൂളിൽ അവനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അത് കേട്ടപ്പോ ഇസ്ലിയുടെ ദേഷ്യം പൊട്ടിത്തെറിയോടെ പുറത്തു വന്നു. ബാരിഷ് തീർച്ചയായും വ്യത്യസ്തനായ ഒരു കുട്ടിയാണ് എന്ന് അവൾ പറഞ്ഞു. പക്ഷേ അതിനർത്ഥം സാധാരണ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവന് ചെയ്യാൻ കഴിയില്ലെന്നല്ല. ഇസ്ലിയുടെ വാക്കുകൾ അത്രമേൽ തീവ്രമായിരുന്നു. ഒടുവിൽ പ്രിൻസിപ്പലിന് ബാരിഷിനെ അവിടെ തുടർ പഠനം നടത്താൻ അനുവദിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും നിർഭാഗ്യം ബാരിഷിനെ വിട്ടുമാറിയിരുന്നില്ല. ക്ലാസ് റൂമിൽ നല്ലൊരു സ്വീകരണമൊന്നുമല്ല അവന് ലഭിച്ചത്. അധ്യാപകന്റെ ഭാഗത്തുനിന്ന് സൗഹൃദപരമായ പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. സഹപാഠികളാകട്ടെ നിരന്തരമായ പിറുപിറുപ്പുകളാലും അപമാനങ്ങളാലും അവനെ വേദനിപ്പിച്ചു. പക്ഷേ അവിടെ സാഹിബ് എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ക്ലാസ്സിൽ സാഹിബ് അവനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. മറുഭാഗത്താകട്ടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടു കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും പ്രത്യേകിച്ച് ബാരിഷിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതും എളുപ്പമുള്ള കാര്യമല്ലെന്ന് അലിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. കുടുംബത്തിനായി അധിക പണം സമ്പാദിക്കാൻ റഷ്യയിൽ പോയി ജോലി ചെയ്യുക. അതിനായി തന്റെ ഭാര്യയെയും മക്കളെയും വിട്ടു പോകാൻ അദ്ദേഹം നിർബന്ധിതനായി. പോകുന്നതിനു മുമ്പ് അദ്ദേഹം ബാരിഷിന് ഒരു ഉപദേശം നൽകി. ഇനി ഒരിക്കലും നീ ഫുട്ബോൾ കളിക്കരുത്. ആ വാക്കുകൾ അവനിൽ വലിയൊരു മുറിവേൽപ്പിച്ചു. ബാരിഷിനെ അത് തികച്ചും ദുഃഖിതനാക്കി. പ്രത്യേകിച്ച് തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നത് കാണുമ്പോൾ അവന് വെറുതെ ഇരുന്ന് നോക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ബാരിഷ് തന്റെ വൈകല്യം വകവയ്ക്കാതെ വീണ്ടും കായികരംഗത്ത് ശ്രമിക്കാൻ ആഗ്രഹിച്ചു. അധ്യാപകൻ അനുവാദം നൽകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ സ്വയം പരിശീലിക്കാൻ തീരുമാനിച്ചു. തന്റെ വാക്കിംഗ് എയ്ഡ് അഴിച്ചുവെച്ച് ശ്രമം നടത്താൻ നോക്കിയപ്പോ ആദ്യം അവൻ പരാജയപ്പെട്ടു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കും എന്നൊരു ആശ്വാസമുണ്ടായിരുന്നു. അതിനാൽ അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ വിജയിക്കുക തന്നെ ചെയ്തു. അവൻ വീട്ടിലായിരുന്നപ്പോൾ പോലും തന്റെ പരിശീലനം തുടർന്നു. ഒരു ദിവസം പെട്ടെന്ന് അവന്റെ അധ്യാപകൻ വന്നപ്പോ അവൻ വേഗത്തിൽ ഒളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവിടെ ഉണ്ടെന്നും പരിശീലിക്കുന്നുണ്ടെന്നും അധ്യാപകൻ അറിയാമായിരുന്നു. അദ്ദേഹം ബാരിഷിനെ വിളിക്കുകയും അവൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അവൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അതോടെ ആ അധ്യാപകൻ തന്റെ മനസ്സ് തുറന്ന് ദയ കാണിച്ചു. താൻ അവനെ പരമാവധി പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഒരിക്കൽ അവൻ വീട്ടിൽ വെച്ച് ഫുട്ബോൾ കളിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ വാക്കിംഗ് സ്റ്റിക്ക് കുത്തി പരിശീലിക്കുമ്പോ അവന്റെ പിതാവ് റഷ്യയിൽ നിന്നും മടങ്ങി വന്നു. അദ്ദേഹം ബാരിഷ് വീണ്ടും ഫുട്ബോൾ കളിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു അത്. അടുത്ത ദിവസം ബാരിഷിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ ബാരിഷിനെ ഫുട്ബോൾ കളിക്കില്ല എന്ന കാര്യത്തിൽ അലി ഉറപ്പുവരുത്തി. ബാരിഷിന്റെ സുഹൃത്തുക്കളും സാഹിബും ഇതൊക്കെ നേരിട്ട് കണ്ടു. ബാരിഷ് ഫുട്ബോൾ കളിക്കുന്നത് നിർത്തുമോ എന്നവർ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും താൻ കളി നിർത്തില്ല എന്നായിരുന്നു ബാരിഷ് പറഞ്ഞത്. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ബാരിഷ് ഒരു യുവാവായി മാറി. സാഹിബ് ദൂരെ നിന്ന് ബാരിഷിനെ നോക്കുന്നുണ്ടായിരുന്നു. ഒറ്റക്കാലുകാരനായ ആ പയ്യൻ ഫുട്ബോൾ കളി നിർത്തില്ലെന്ന് പറഞ്ഞ വാക്കുകളിൽ അത്രമാത്രം ഗൗരവമുണ്ടായിരുന്നു എന്നവൾക്കപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനിപ്പോൾ ഒരു സ്ട്രൈക്കറായി കളിക്കുകയാണ്. അവനന്ന് ഗോൾ നേടുകയും ചെയ്തു. പിന്നീട് സാഹിബിന്റെ സുഹൃത്ത് അവളുടെ അടുത്ത് വന്ന് അവൾക്ക് ബാരിഷിനെ ഇഷ്ടമാണെന്ന കാര്യം എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ എന്ന തരത്തിൽ ചോദിച്ചു. എന്നാൽ സാഹിബ് മറുപടി നൽകുന്നതിന് മുമ്പ് ബാരിഷ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. അതോടെ അല്പം അസ്വസ്ഥതയോടെ കാണപ്പെട്ട സാഹിബ് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത് എന്ന് ബാരിഷിന് വ്യക്തമായി മനസ്സിലായതേയില്ല. അതുകൊണ്ട് തന്നെ എന്താടാ എന്നോട് ദേഷ്യമാണോ എന്ന് സാഹിബിനോട് അവൻ ചോദിച്ചു. അതോ ഇനി ഏത് കോളേജിലാ പോകേണ്ടത് എന്ന കാര്യമാണോ ഡിസ്കസ് ചെയ്യുന്നത് എന്നായി അടുത്ത ചോദ്യം. സാഹിബ് അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. എന്നാൽ ഇൽമാസ് എന്ന പേരുള്ള ഒരാളുടെ വീട്ടിൽ പോകണം എന്നവൾ ബാരിഷിനോട് പറഞ്ഞു. കാരണം ഇൽമാസ് അവർക്ക് ഏത് സർവകലാശാലയാണ് നല്ലത് എന്ന കാര്യം പറഞ്ഞുകൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അവർ ഒന്നിച്ച് വീട്ടിലേക്ക് പോകുമ്പോ സാഹിബിന്റെ സുഹൃത്തിന്റെ സഹോദരൻ അവിടെ കൂടി കടന്നുപോയി അവരെ അഭിവാദ്യം ചെയ്തു. ആ സമയത്ത് ബാരിഷ് സാഹിബ് ആ മനുഷ്യനെ അഭിവാദ്യം ചെയ്യുന്നത് കണ്ടു. അവനതിൽ തെല്ല അസ്വസ്ഥനായി കാണപ്പെട്ടു.
കേട്ടിരുന്നു. ബാരിഷിന്റെ ഉള്ളിലും സാഹിബിനോടൊരു സ്നേഹമുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ടായിരുന്നു. ബാരിഷ് ഒടുവിൽ ഇൽമാസിന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് ഇൽമാസ് അവനോട് പഠനം തുടരാൻ അങ്കാറയിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ദിവാൻ ഗുജു എന്ന് പേരുള്ള ഒരു വികലാംഗ ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. അത് ബാരിഷിനെ പോലെ അവയവങ്ങൾ നഷ്ടപ്പെട്ട യുദ്ധവീരന്മാർ കൂടി നിറഞ്ഞ ഒരു ടീമാണ്. ബാരിഷിന് അവിടെ ചെന്നാൽ വലിയൊരു വളർച്ചയുണ്ടാകും. പക്ഷെ ബാരിഷിന് പെട്ടെന്ന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. കാരണം പിതാവ് കൂടി അറിഞ്ഞ് ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. ബാരിഷിന്റെ പിതാവിനാണെങ്കിൽ അവൻ ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടവുമല്ല. ഒടുവിൽ ബാരിഷിന് വേണ്ടി സംസാരിക്കാൻ ഇൽമാസ് ബാരിഷിന്റെ വീട്ടിലെത്തി. എന്നാൽ അദ്ദേഹം ആംബ്യൂട്ടി ഫുട്ബോൾ ക്ലബിനെ കുറിച്ച് പരാമർശിച്ച ഉടനെ തന്നെ അലി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ബാരിഷ് ഫുട്ബോൾ കളിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും തീർത്തും ഇഷ്ടമല്ല, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് തന്നെ ബാരിഷിന്റെ പിതാവ് തീർത്തു പറഞ്ഞു. പിന്നീട് ബാരിഷ് തന്റെ സുഹൃത്തുക്കളെ കണ്ടു, നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എന്നാൽ അവന്റെ കഥ അവിടെ അവസാനിക്കുന്നതിന് മുമ്പ് സാഹിബിന്റെ സുഹൃത്തിന്റെ സഹോദരൻ അവിടെ വന്ന് അവരെ തന്റെ പുതിയ കാറിൽ ഒരു യാത്രയ്ക്കായി ക്ഷണിച്ചു. കാറിനുള്ളിൽ ആ മനുഷ്യൻ സാഹിബിനെ വലിയ സ്നേഹത്തോടെ നോക്കുന്നത് ബാരിഷ് കണ്ടു. അതേസമയം സാഹിബ് അവനോടൊപ്പം കംഫോർട്ടബിളായി കാണപ്പെടുന്നുമുണ്ടായിരുന്നു. ബാരിഷിന് വല്ലാത്ത അസൂയ തോന്നി. തന്റെ ഉള്ളിലെ സങ്കടം മറച്ചുവെക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. സാഹിബാകട്ടെ ഇത് ശ്രദ്ധിച്ചു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അവൾ ആ മനുഷ്യന്റെ കൂടെ ഇങ്ങനെ ഇടപഴകുന്നതൊക്കെ കണ്ട് തനിക്കൊട്ടും സന്തോഷം തോന്നുന്നില്ല എന്ന് ബാരിഷുടൻ മറുപടി നൽകി. എന്നാൽ തങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേക ബന്ധമൊന്നുമില്ലെന്നും ഹൈസ്കൂൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നും പറഞ്ഞ് സാഹിബ് അവനെ ശാന്തനാക്കി. അത് കേട്ടപ്പോ ബാരിഷിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി കണ്ട് സാഹിബും പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിലൂടെ തനിക്കിപ്പോഴും അവൾക്കരികിൽ ഒരവസരമുണ്ട് എന്ന് ബാരിഷിന് തോന്നി. താൻ ചിന്തിക്കുന്ന പോലെ അവളും തന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാകും എന്നവൻ വിശ്വസിച്ചു. പിന്നീട് സമയം രാത്രിയായി. ഒരു ഘട്ടത്തിൽ സാഹിബിനടുക്കൽ തന്റെ സുഹൃത്തിന്റെ സഹോദരൻ അടുത്തിടപഴകുന്നതും ഒരു ചുംബനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടപ്പോഴും ബാരിഷിന് ദേഷ്യം വന്നു. ബാരിഷ് അങ്ങോട്ടേക്ക് ചെന്ന് സുഹൃത്തിന്റെ സഹോദരനെ ഇടിച്ചു. ആ മനുഷ്യനാകട്ടെ ബാരിഷ് തന്നെ അടിച്ചതിനെ അംഗീകരിച്ചില്ല. അവൻ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ നോക്കി. ബാരിഷിന്റെ അംഗവൈകല്യത്തെ അപമാനിച്ചവൻ സംസാരിച്ചു. അവനോടുള്ള സഹതാപം കൊണ്ടാണ് സാഹിബ് അടക്കം സുഹൃത്തുക്കളായി തുടരുന്നത് എന്ന ധ്വനിയും ആ സംസാരത്തിലുണ്ടായിരുന്നു. കഠിനമായ വാക്കുകൾ കേട്ട് ചിരിച്ചിരുന്ന ബാരിഷിനാകട്ടെ അതൊന്നും മേശിയതേയില്ല. പക്ഷേ അവൻ സാഹിബിന്റെ നേരെ തിരിഞ്ഞ് തന്റെ ഉള്ളിലെ യഥാർത്ഥ വികാരങ്ങൾ തുറന്നു പറഞ്ഞു. അവൾക്ക് തന്നോട് സഹതാപം തോന്നിയത് കൊണ്ടാണോ തന്നോട് അടുപ്പം കാണിച്ചത് എന്ന് ബാരിഷ് ചോദിക്കുക വരെ ചെയ്തു. സാഹിബൊന്നും മിണ്ടിയില്ല. അവൾ അവിടുന്ന് പോയി. അതോടെ കാര്യങ്ങൾ ബാരിഷിന് മുമ്പിൽ കൂടുതൽ വഷളായി. പിന്നാലെയായിരുന്നു അവന്റെ വളർത്തുനായ മർഡോണ ചത്തുപോകുന്നതും. അതോടെ ബാരിഷ് ആകെ തകർന്നു. ഒടുവിൽ അവൻ ഒരു തീരുമാനമങ്ങെടുത്തു. എന്ത് വില കൊടുത്തും ദിവാൻ ഗുജു ക്ലബിലേക്ക് പോകണം. അവനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ഇൽമാസ് അവന്റെ കൂടെയുണ്ടാകും. ഇൽമാസ് അവനോട് സംസാരിച്ചു. അവന് സംഭവിച്ചതെല്ലാം ഈ ജീവിതയാത്രയുടെ ഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹം ബാരിഷിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇൽമാസ് വാക്കുകളിലൂടെ അവൻ ആവേശം പകർന്നിരുന്നു. ശ്രമത്തിൽ വിജയിച്ചാൽ അതവന്റെ വലിയ നേട്ടം തന്നെയായിരിക്കും. ഒടുവിൽ ബാരിഷ് ഫുട്ബോൾ ക്ലബിലെത്തി. അവൻ ഉടൻ തന്നെ മറ്റ് കളിക്കാർക്കൊപ്പം തന്റെ പരിശീലനവും ആരംഭിച്ചു. എന്നാൽ ദിവാൻ ഗുജുവിന്റെ കോച്ച് ഫിക്ക് സംശയിച്ചതുപോലെ ബാരിഷ് മോശമായിരുന്നു കളിച്ചത്. കാരണം അവൻ സ്ലോ ആയിരുന്നു, ശാരീരികമായി അത്ര ശക്തനുമായിരുന്നില്ല. എന്നാൽ ഇൽമാസ് കോച്ചായ ഫിക്കിനോട് ബാരിഷിൽ വിശ്വാസം അർപ്പിക്കാനും അവന് സ്ട്രൈക്കർ പൊസിഷൻ നൽകാനും പറഞ്ഞു. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബാരിഷ് സ്ട്രൈക്കറായി കളിച്ചു. അപ്പോൾ തന്നെ അവനൊരു ഗോൾ നേടി തന്റെ മികവ് തെളിയിച്ചു. നിർഭാഗ്യവശാൽ ഒരു ഗോൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഫിക്കിന് അവന്റെ കഴിവ് വിലയിരുത്താൻ കഴിയുമായിരുന്നില്ല. ബാരിഷ് സ്ലോ ആണെന്നും ദുർബലനാണെന്നും സ്വാർത്ഥനാണെന്നും അദ്ദേഹം വീണ്ടും പരാതി പറയുകയായിരുന്നു ചെയ്തത്. പിന്നീട് ബാരിഷിനെ പോലെയുള്ള കളിക്കാർക്ക് തങ്ങളുടെ കൂടെ സ്ഥാനമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാരണം ഉടൻ തന്നെ ലീഗ് ആരംഭിക്കാൻ പോകുന്ന തങ്ങളുടെ ക്ലബിൽ ഒരു സെൽഫിഷായ കളിക്കാരനെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബാരിഷ് കോച്ചിന്റെ വാക്ക് ഹൃദയത്തിലെടുത്തില്ല. പകരം തനിക്ക് ഒരു മികച്ച കളിക്കാരനാവാൻ ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പരിശീലിപ്പിക്കാനും അവൻ കോച്ചിനോട് തുറന്നു പറഞ്ഞു. കോച്ച് പറയുന്ന പോലെ താൻ എന്തും ചെയ്യാം എന്നായിരുന്നു അവൻ വ്യക്തമാക്കിയത്. അതുകാരണം ഫിക്കൊടുവിൽ അവനെ തന്റെ ഏറ്റവും പുതിയ കളിക്കാരനായി അംഗീകരിച്ചു. അങ്ങനെ ദിവാൻ ഗുജു ടീമിൽ ചേർന്നതിനു ശേഷം ബാരിഷിന് മറ്റ് കളിക്കാരെ പോലെ ഡോർമെട്രിയിൽ താമസിക്കേണ്ടി വന്നു. അവിടെ അവന് മറ്റ് കളിക്കാരിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അവരിൽ ടീം ക്യാപ്റ്റനായ ഫാറൂഖ് ആയിരുന്നു അവനെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്. ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റ് കളിക്കാർ അവനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫാറൂഖ് ബാരിഷിനെ വെറുത്തപ്പോ മറ്റ് ചോദ്യങ്ങളില്ലാതെ ബാക്കി ടീം അംഗങ്ങളും അതുതന്നെ പ്രവർത്തിച്ചു. അടുത്ത ദിവസം കളിക്കാരെ
വിളിക്കുവാൻ വേണ്ടി കോച്ച് അവരുടെ ഡോർമെട്രിയിലെത്തി. പക്ഷെ അവിടെ ബാരിഷ് ഉണ്ടായിരുന്നില്ല. ബാരിഷ് എവിടെയെന്ന ചോദ്യത്തിന് അവൻ മനസ്സുമാറി ഓടിപ്പോയിട്ടുണ്ടാകും എന്നായിരുന്നു ഫാറൂഖ് പറഞ്ഞത്. പക്ഷേ ബാരിഷ് നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കും മുമ്പേ ഒറ്റയ്ക്ക് പരിശീലിക്കാൻ പോയിരുന്നു. പക്ഷേ അതൊന്നും കോച്ചായ ഫിക്കിനെ ആകർഷിച്ചില്ല. ടീമംഗങ്ങളാകട്ടെ കൂടുതൽ തണുപ്പം വട്ടിൽ ബാരിഷിനോട് പ്രതികരിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യവശാൽ അവന്റെ കഴിവ് കണ്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേര് ഹക്കി എന്നായിരുന്നു. ആ ക്ലബിന്റെ പ്രസിഡന്റ് തങ്ങളുടെ ലീഗിൽ ഇത്തരമൊരു കഴിവ് കാണുന്നത് വളരെ അപൂർവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവനെ കണ്ടെത്തിയതിൽ ഫിക്കിന് അഭിമാനിക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഫിക്കാരെയും തന്റെ പ്രിയപ്പെട്ടവരായി കാണാൻ ആഗ്രഹിച്ചില്ല. ബാരിഷ് ഒരു ടീമംഗമായി ടീമിന്റെ ഭാഗമായി കളിക്കുന്നവരെ അവനെ താൻ അംഗീകരിക്കില്ല എന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. എല്ലാ രീതിയിലും ടീമംഗങ്ങളിൽ നിന്ന് പിന്തുണ ഇല്ലാതിരുന്നിട്ടും ബാരിഷ് പിന്മാറിയില്ല. എല്ലാ ദിവസവും അവൻ പരിശീലനം തുടർന്നു. ശക്തമായ നിശ്ചയദാർഢ്യത്തോടെയുള്ള അവന്റെ പരിശീലനം ഫിക്ക് നോക്കിക്കണ്ടിരുന്നു. പതിയെ ഫിക്കിന് അവനോടുള്ള മനോഭാവം മാറി തുടങ്ങി. അങ്ങനെ ലീഗ് തുടങ്ങുന്ന സമയമായി. അടുത്ത ആഴ്ച ലീഗ് തുടങ്ങും. അതിനു മുമ്പ് ബാരിഷ് വീട്ടിലേക്ക് വിളിച്ചു. ഉമ്മയോട് സംസാരിച്ചു. ബാരിഷ് കളിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോ അവർക്ക് വലിയ സന്തോഷം തോന്നി. തന്റെ കുടുംബം കളി കാണാനെത്താൻ ബാരിഷ് ആഗ്രഹിച്ചിരുന്നു. പിതാവ് വരുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല എന്നായിരുന്നു ഉമ്മ പറഞ്ഞത്. പക്ഷേ വരാൻ സാധിക്കാത്തതല്ല, വരാൻ ആഗ്രഹമില്ലാത്തതാണെന്ന് ബാരിഷിന് കൃത്യമായിട്ടറിയാമായിരുന്നു. ഉമ്മ കളിയോടൊപ്പം പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നവനെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ ബാരിഷിന്റെ ആദ്യ മത്സരമെത്തി. ഇസ്ലിയും ഇൽമാസും ഗാലറിയിൽ നിന്ന് അവനെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. ബാരിഷ് അന്ന് തന്റെ കുടുംബത്തിന് അഭിമാനമുണ്ടാക്കാൻ വേണ്ടി കളിച്ചു. അന്നു മുതൽ ബാരിഷ് ഒരു തരംഗമായി മാറി. 22 മത്സരങ്ങളിൽ നിന്ന് അവൻ 49 ഗോളുകൾ നേടുകയും ഒരൊറ്റ മത്സരത്തിൽ 9 ഗോളുകൾ നേടി ദിവാൻ ഗുജുവിനെ ലീഗ് ചാമ്പ്യന്മാരാക്കുകയും ചെയ്തു. വ്യക്തമായും അവന്റെ ഈ നേട്ടങ്ങളെ ഹക്കി അഭിനന്ദിച്ചു. ബാരിഷിന് വലതുകാൽ ഉണ്ടായിരുന്നെങ്കിൽ താനവനെ ഫെനർബാഷയിൽ എത്തിക്കുമായിരുന്നു എന്നുവരെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു ഫെനർബാഷെ. പക്ഷേ അദ്ദേഹം അവനെ മറന്നില്ല. ടർക്കിഷ് ആംബ്യൂട്ടി ഫുട്ബോൾ ഫെഡറേഷൻ നാഷണൽ ടീം കോച്ചായി ഫിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാരിഷിന്റെ നേട്ടങ്ങൾക്കുള്ള അഭിനന്ദന സൂചകമായി അവനേറ്റവും വില കൂടിയ പ്രോസ്തറ്റിക് കാൽ നൽകാനും അവർ തീരുമാനിച്ചിരുന്നു. ബാരിഷിനു വേണ്ടി ഹക്കിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒടുവിലത്തെ കാര്യമായിരുന്നു അത്. ആ സംഭവം കഴിഞ്ഞതിനു പിന്നാലെ അധികം വൈകാതെ അദ്ദേഹം അന്തരിച്ചു. എല്ലാ ദിവാൻ ഗുജു കളിക്കാർക്കും ആ നഷ്ടം വ്യക്തമായി അനുഭവപ്പെട്ടു, പ്രത്യേകിച്ച് ബാരിഷിന്. കാരണം ഹക്കി ബാരിഷിനെ അത്രമേൽ പിന്തുണച്ചിരുന്നു. അങ്ങനെയിരിക്കെ അടുത്ത വർഷത്തെ ലോകകപ്പിനുള്ള നാഷണൽ ടീം കളിക്കാരനായി ബാരിഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഹക്കിയുടെ നഷ്ടം അവനെ എപ്പോഴും ദുഃഖിപ്പിച്ചതേയുള്ളൂ. ബാരിഷിനെ സംബന്ധിച്ചിടത്തോളം ഹക്കി അവന് വെറും ഒരു ക്ലബ്ബ് പ്രസിഡന്റ് മാത്രമായിരുന്നില്ല. അവന്റെ കഴിവാദ്യം തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു. പക്ഷേ ബാരിഷ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും പരിശീലനത്തിനിറങ്ങി. തന്റെ മികച്ച അവസ്ഥയിലെത്താൻ പരിശീലനം തുടർന്നു. ഒരു ദിവസം ഇൽമാസ് ബാരിഷിനോട് ചോദിച്ചു, ലോകകപ്പിന്റെ കാര്യത്തെക്കുറിച്ച് നീ നിന്റെ പിതാവിനോട് പറഞ്ഞോ? ബാരിഷ് മറുപടി നൽകിയില്ല. അവൻ പരിശീലനം തുടരുകയായിരുന്നു ചെയ്തത്. അന്ന് രാത്രി വീട്ടിലെത്തിയ ബാരിഷ് പിതാവ് മടങ്ങി വരാനായി കാത്തിരുന്നു. അദ്ദേഹത്തോട് 2 മിനിറ്റ് മാത്രം സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ഇസ്താംബൂളിൽ നടക്കുന്ന ലോകകപ്പിനായി തന്നെ നാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് അവൻ അദ്ദേഹത്തോട് പറയണം. അദ്ദേഹം എത്തിയപ്പോ അവൻ അദ്ദേഹത്തോട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് തന്റെ പിതാവ് താൻ കളിക്കുന്നത് കാണാൻ ഒരിക്കലും വരാത്തതെന്ന് അവൻ ചോദിച്ചു. താൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയെന്നും തന്റെ പിതാവ് പറഞ്ഞതൊക്കെ താൻ ചെയ്തിട്ടുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. പക്ഷെ അവന്റെ പിതാവ് ഒരിക്കലും അവനെ അഭിനന്ദിച്ചില്ല. എന്നിരുന്നാലും തന്റെ ഭാവി ഉറപ്പാക്കാൻ തന്റെ പിതാവ് തനിക്ക് വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ബാരിഷിനെ അറിയാമായിരുന്നു. എല്ലാ തരത്തിലും അവനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. തന്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് കൂടുതൽ ചിലവ് വരുന്നതിനാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അദ്ദേഹം എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്നവന് കൃത്യമായി അറിവുണ്ടായിരുന്നു. പക്ഷേ തന്റെ പിതാവ് തനിക്ക് പറ്റിയ അപകടം അദ്ദേഹം കാരണം സംഭവിച്ചതാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്തുവരണം, കുറ്റബോധത്തിൽ നിന്ന് പുറത്തുവരണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അവനത് സംഭവിച്ചത് ആരുടെയും തെറ്റായിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തതുകൊണ്ടോ ഫുട്ബോളിനോടുള്ള അവന്റെ ഭ്രമം കൊണ്ടോ ഒന്നുമല്ല അന്ന് ആ അപകടം സംഭവിച്ചത്.
അത് വിധിയായിരുന്നു. താൻ കുട്ടിയായിരുന്നപ്പോ തന്റെ പിതാവ് തന്നെ അത്രമേൽ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് താൻ ഇന്ന് ഈ ഫുട്ബോളർ ആയത് എന്നവൻ പറഞ്ഞു. തന്റെ പിതാവിനോട് താൻ കളിക്കുന്നത് കാണാൻ വരണം എന്നവൻ വീണ്ടും ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്നെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് കേൾക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അടുത്ത ദിവസം ബാരിഷ് കളിക്കുവാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ രാത്രി അവന്റെ ഒരു വാക്കിനും അദ്ദേഹത്തിന്റെ പിതാവ് മറുപടി നൽകിയില്ലെങ്കിലും അവൻ തന്റെ പിതാവിനോട് ബഹുമാനത്തോടെ യാത്ര പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത്. അലി തന്റെ മകൻ പോകുന്നത് നോക്കി നിന്നു. യാത്ര ചെയ്ത് ബാരിഷ് ഇസ്താംബുളിൽ എത്തിയപ്പോ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അവൻ അതിനായി പോയി. ആ കൂട്ടത്തിൽ അവനോടൊരു ചോദ്യം ഒരു പെൺകുട്ടി ചോദിച്ചു. അത് സാഹിബായിരുന്നു. സാഹിബിനെ കണ്ടതും ചെറിയൊരു മറുപടി മാത്രം കൊടുത്ത് അവൻ വേഗം അവിടുന്ന് മാറി. അന്നത്തെ വേർപിരിയലിനു ശേഷം സാഹിബുമായി അവൻ അടുത്തിട്ടേയില്ല, അവളെ കണ്ടിട്ടേയില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും സാഹിബിനോട് ആ പഴയ സ്നേഹമുണ്ട്. ഇടയ്ക്കൊക്കെ സാഹിബിന്റെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി അവളെ നോക്കുമെന്നല്ലാതെ വീണ്ടും അവളുമായി കൂടിച്ചേരാൻ അവനൊരിക്കലും ആഗ്രഹിക്കുന്നേയുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ നടന്നതത്രയും അവനെപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. പിന്നീടൊരു സംഭവം നടന്നു. ബാരിഷ് പുറത്തിറങ്ങിയപ്പോ രണ്ടുപേർ അവനെ ആക്രമിച്ചു. അവൻ താഴെ വീണു. അത് കണ്ട് അങ്ങോട്ടേക്ക് സാഹിബ് ഓടിയെത്തി. അവനെ രക്ഷപ്പെടുത്തി തന്റെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. അവന് സുഖപ്പെട്ടെന്ന് തോന്നിയപ്പോ ബാരിഷ് അവളോട് നന്ദി പറഞ്ഞ് തന്റെ ടീമിന്റെ അടുത്തേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. എന്നാൽ സാഹിബ് അവനെ തടഞ്ഞു. അതോടെ ബാരിഷിന് ദേഷ്യം വന്നു. തന്റെ കാര്യത്തിൽ ഇത്രമേൽ കെയറിംഗ് ഉണ്ട് എന്നെന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നവൻ ചോദിച്ചു. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവൻ അവളെ കുറ്റപ്പെടുത്തി. സാഹിബിന് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. സാഹിബ് അവനോട് ക്ഷമ ചോദിച്ചു. അന്ന് ആ സുഹൃത്ത് അത്തരത്തിലൊക്കെ പറഞ്ഞ് അപമാനിച്ചപ്പോ അത് തന്റെ ഉള്ളിൽ വലിയ വേദനയുണ്ടാക്കിയെന്നും ബാരിഷിനൊപ്പം നടന്ന നാട്ടുകാർ തന്നെ പറ്റി എന്തു പറയും എന്നൊക്കെ ചിന്തിച്ചാണ് താൻ മാറി നിന്നതെന്നും അവൾ പറഞ്ഞു. തന്റെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞവൾ ബാരിഷിനോട് ക്ഷമ ചോദിച്ചു. കൂട്ടത്തിൽ താൻ അവനെ സ്നേഹിച്ചിരുന്നു എന്ന സത്യവും തുറന്നു പറഞ്ഞു. അവന്റെ കൂടെ ഉണ്ടായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നവൾ പറയുകയും തന്റെ ഫീലിംഗ്സ് വ്യക്തമാക്കുകയും ചെയ്തു. അടുത്ത ദിവസമായിരുന്നു ബാരിഷിന് മാച്ച് ഉണ്ടായിരുന്നത്. സ്റ്റേഡിയത്തിന്റെ ലോക്കർ റൂമിലേക്ക് ബാരിഷ് നടന്നു കയറി നാഷണൽ ടീമിലെ മെമ്പറായിക്കൊണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഫാറൂഖ് ബാരിഷിനെ അപമാനിച്ചു. നീ എന്തൊക്കെ നേടിയെടുത്താലും നീ ഞങ്ങളെപ്പോലൊരു യുദ്ധവീരനൊന്നുമല്ലെന്നും ഒരു സാധാരണ സിവിലിയനാണെന്നും സിവിലിയന് ടീമിൽ സ്ഥാനമില്ലെന്നുമായിരുന്നു ഫാറൂഖ് വാദിച്ചത്. പക്ഷേ കോച്ചായ ഫിക്ക് അത് കേട്ടു വന്നു. ഫിക്ക ഫാറൂഖിന്റെ വാദത്തോട് വിയോജിച്ചു. അത് ടർക്കിയുടെ നാഷണൽ ടീമാണെന്നും കഴിവുള്ള ടർക്കിഷായ ഏത് പൗരനും അതിൽ ചേരാമെന്നും ഫിക്ക് വ്യക്തമാക്കി. നീയൊരു യുദ്ധവീരനായത് നിന്നെ ശ്രേഷ്ഠനാക്കുന്നില്ലെന്നും ഫിക്ക് എടുത്തു പറഞ്ഞു. ഫാറൂഖ് ഇങ്ങനെ ഓരോന്നിനും പരാതിപ്പെടുകയും ബാരിഷിനെ ഉപദ്രവിക്കുകയും ചെയ്താൽ അവനെ ടീമിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ലോക്കർ റൂമിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കളിയിലേക്ക് വന്നപ്പോ ടീം ഒന്നിച്ചു തന്നെ പ്രവർത്തിച്ചിരുന്നു. അവർ മികച്ച രീതിയിൽ കളിച്ചു. ഒടുവിൽ ബ്രസീലിനെതിരെയുള്ള ഫൈനലിൽ വരെ എത്തിച്ചേർന്നു. കളി കാണാൻ ബാരിഷിന്റെ ഉമ്മയും ഇൽമാസും എത്തിച്ചേർന്നിരുന്നു. പക്ഷെ അവന്റെ പിതാവ് വന്നില്ല. അദ്ദേഹം തന്റെ ഷാഢ്യത്തിൽ തന്നെ തുടർന്നു. കളിയുടെ ആദ്യ പകുതി വളരെയധികം എൻഗേജിംഗ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ബ്രസീൽ തുർക്കിക്കെതിരെ 2 ഗോളുകൾ നേടി. തുർക്കിക്ക് ഗോൾ നേടാൻ 2 മികച്ച അവസരങ്ങൾ കൈവന്നുവെങ്കിലും മുൻനിരയിൽ കളിക്കുന്ന ഫാറൂഖ് ബാരിഷിന് ബോൾ കൈമാറാൻ വിസമ്മതിച്ചതോടെ ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ആദ്യ പകുതി കഴിഞ്ഞപ്പോ തുർക്കി 2 ഗോളിന് തോറ്റു നിൽക്കുകയായിരുന്നു. പിന്നീട് ലോക്കർ റൂമിലേക്ക് എത്തിയപ്പോ കോച്ച് എല്ലാവരെയും വിളിച്ച് വലിയ രീതിയിൽ സംസാരിച്ചു. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ജേഴ്സിക്ക് പിന്നിലിരിക്കുന്ന പേരുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ നെഞ്ചിൽ പതിച്ചിരിക്കുന്ന രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്നയാൾ എടുത്തു പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ വാക്കുകൾ ടീമംഗങ്ങളിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി. പിന്നീട് കോച്ച് ഫാറൂഖിനോട് മാത്രമായി തനിച്ച് സംസാരിച്ചു. ഫാറൂഖ് തന്റെ കാൽ യുദ്ധത്തിൽ നഷ്ടപ്പെടുത്തിയതാണ്. ബാരിഷാകട്ടെ അപകടത്തിൽ നഷ്ടപ്പെടുത്തിയവനും തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കാലം നഷ്ടപ്പെടുത്തിയവനാണ് ബാരിഷ് എന്നാണ് ഫാറൂഖ് കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ കോച്ച് സത്യങ്ങൾ പറഞ്ഞ് ഫാറൂഖിനെ തിരുത്തി. കോച്ചിന്റെ വാക്കുകൾ ഫാറൂഖിന്റെ ഉള്ളിൽ സ്പർശിച്ചു. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം പതിയെ അലിഞ്ഞു. പിന്നീട് കളിക്കാനായി ഇറങ്ങുമ്പോൾ തന്റെ തെറ്റുകൾ തിരുത്താൻ ഫാറൂഖ് തീരുമാനിച്ചിരുന്നു. ഫാറൂഖ് കളിക്കിടയിൽ ബാരിഷിന്റെ അടുത്തെത്തി ബാരിഷിനോട് ക്ഷമ ചോദിച്ചു. അവനെ തല്ലാനായി അന്നാളെ അയച്ചതുപോലും താനാണെന്ന കാര്യം ഫാറൂഖ് ബാരിഷിനോട് പറഞ്ഞു. തനിക്കത് അറിയാമായിരുന്നു എന്നായിരുന്നു ബാരിഷിന്റെ മറുപടി. പിന്നെന്താണ് നീ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് ഫാറൂഖ് ചോദിച്ചപ്പോ ടീമിൽ
ടീമിന് കളി ജയിക്കാൻ അതിന്റെ ക്യാപ്റ്റനെ ആവശ്യമായിരുന്നു എന്നായിരുന്നു ബാരിഷിന്റെ മറുപടി. നിങ്ങളതിന് ക്ഷമ ചോദിക്കേണ്ടതില്ല എന്നും ബാരിഷ് വ്യക്തമാക്കി. ബാരിഷിന്റെ മറുപടിയും അവന്റെ വ്യക്തിത്വവും ഫാറൂഖിന്റെ ഉള്ളിൽ കൂടുതൽ കുറ്റബോധം നിറച്ചു. ഫാറൂഖ് ആത്മാർത്ഥമായി ബാരിഷിനോട് മാപ്പ് ചോദിച്ചു. പിന്നാലെ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയായിരുന്നു. ഇരുവരും മികച്ച രീതിയിൽ ചേർന്ന് കളിച്ചു. മുൻനിരയിൽ ഫാറൂഖും ബാരിഷും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങി. ഫാറൂഖ് ബാരിഷിന് കൃത്യമായ ഒരു പാസ് നൽകിയപ്പോ ബാരിഷ് അത് വിജയകരമായി ഗോൾ പോസ്റ്റിലേക്ക് തൊടുത്തു. അത് തുർക്കിക്കായുള്ള ആദ്യ ഗോളായി മാറി. കുറച്ചു കഴിഞ്ഞപ്പോ ബാരിഷിന് അത്തരത്തിലൊരു അവസരം വന്നു. ഫാറൂഖിന് അസിസ്റ്റ് ചെയ്യാനുള്ള അവസരം. ഫാറൂഖും മികച്ച രീതിയിൽ ആ ഗോൾ പൂർത്തിയാക്കിയപ്പോ കളി സമനിലയിലേക്ക് എത്തി. പക്ഷേ മത്സരം അവസാനിച്ചിരുന്നില്ല. ആക്രമണത്തിനുമേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. മറ്റു ഗോളുകളൊന്നും പിറന്നതേയില്ല. ഒടുവിൽ കളി ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങി. തുർക്കിക്കായി വിജയ ഗോൾ നേടാനുള്ള സുവർണ അവസരം ഫാറൂഖിനുണ്ടായിരുന്നു. എന്നാൽ പെനാൽറ്റി ബോക്സിൽ വെച്ച് അവൻ ഫൗൾ ചെയ്യപ്പെട്ടു. അതോടെ റഫറി തുർക്കിക്ക് പെനാൽറ്റി കിക്ക് സമ്മാനിച്ചു. ആ പെനാൽറ്റി തുർക്കിക്ക് തങ്ങളുടെ ആദ്യത്തെ ലോകകപ്പ് ട്രോഫി ഉയർത്താനുള്ള അവസരമായി മാറി. ഫാറൂഖ് ആ പെനാൽറ്റി എടുക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അതിന് കൂടുതൽ അർഹതയുള്ള മറ്റൊരാളുണ്ട് എന്നവന് തോന്നി. അവൻ ആ അവസരം ബാരിഷിന് കൈമാറി. ആ സമയത്ത് ബാരിഷിന്റെ ഉള്ളിലെ കോർമകൾ തള്ളിക്കയറി വന്നു. അവൻ അവസാനമായി പെനാൽറ്റി എടുത്തത് ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ്. ആ പെനാൽറ്റിയായിരുന്നു ഒടുവിൽ അവൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആ ഒരു അപകടത്തിന് കാരണമായതും. ആ നിമിഷത്തിൽ ഭൂതകാലത്തിൽ തന്റെ പിതാവ് അലിയുടെ ഒരു വിളിയുണ്ടായിരുന്നു. അതവൻ ഓർത്തെടുത്തു. അദ്ദേഹം മൈതാനത്തിന്റെ അരികിൽ നിന്ന് അന്നവനെ പിന്തുണച്ചിരുന്നു. ആ പിന്തുണയാണ് അവന്റെ ജീവിതകാലം മുഴുവൻ അവന് നഷ്ടപ്പെട്ടിരുന്നത്. പെട്ടെന്നവൻ ആ ശബ്ദം കേട്ടു. അവന്റെ പിതാവ് ആ കളി കാണാൻ അതേ ഗാലറിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിക്കാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ അവൻ അത്രമേൽ പ്രതീക്ഷിച്ചിരുന്നു. ആ ജീവിതകാലം മുഴുവൻ അവൻ കാത്തിരുന്ന ശബ്ദമായിരുന്നു അത്. ബാരിഷ് തയ്യാറെടുത്തു. മികച്ച രീതിയിൽ ആ ഷോട്ട് ഉതിർത്തു. ഒടുവിൽ അത് ഗോളായി മാറി. തുർക്കി ചാമ്പ്യന്മാരുമായി. അന്നത്തെ ആ വിജയം ടർക്കിഷ് നാഷണൽ ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിലും അത്രമേൽ വലുതായിരുന്നു. കാരണം ബാരിഷിനൊടുവിൽ തന്റെ പിതാവിൽ നിന്ന് അഭിമാനത്തോടെയുള്ള നോട്ടവും ഒരു ആലിംഗനവും ലഭിച്ചു. ലോകകപ്പ് വിജയിച്ചതിനേക്കാൾ അവനെ സന്തോഷിപ്പിച്ചത് അതായിരുന്നു. തുർക്കിക്ക് ആദ്യത്തെ ആംബ്യൂട്ടി ഫുട്ബോൾ ലോകകപ്പ് ട്രോഫിയും ലഭിച്ചു. ബാരിഷിന്റെ യാത്ര ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഉയർത്തുന്നതിൽ മാത്രം നിന്നില്ല. ടർക്കിഷ് നാഷണൽ ടീമിനൊപ്പം അവൻ 2 തവണ യൂറോപ്യൻ കപ്പും നേടി. അവന്റെ വിജയാഘോഷങ്ങളിൽ ഒന്നിലെ അവന്റെ ചിത്രം സ്പോർട്സ് ജേർണലിസത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് ആഘോഷ ചിത്രമായി മാറി. അവന്റെ പേര് ഫുട്ബോൾ രംഗത്തെ മികച്ച കളിക്കാരൻ എന്ന രീതിയിൽ മാത്രം നിന്നില്ല. അത്ലറ്റിക്സിൽ 100 മീറ്റർ സ്പ്രിന്റ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് എന്നിവയിലായി അവൻ രാജ്യത്തിനായി 3 സ്വർണ്ണ മെഡലുകൾ നേടി. കൂടാതെ അവൻ വീൽചെയർ ടെന്നീസിൽ പങ്കെടുക്കുകയും 2016 ചാമ്പ്യനാവുകയും ചെയ്തു. അതിനപ്പുറം ലോകത്തിൽ തന്നെ കൃത്രിമ കാലുമായി പരിശീലകനാകുന്ന ആദ്യത്തെ വ്യക്തിയായി അവൻ മാറി. പഠന ജീവിതത്തിലാകട്ടെ അങ്കാറയിലെ ഗാസി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് സയൻസിൽ നിന്ന് അവൻ ബിരുദം നേടി. തന്റെ ജീവിതത്തെ ആരും അസൂയപ്പെടുന്ന തരത്തിൽ അത്രമേൽ മികവുറ്റതാക്കാൻ ബാരിഷിന് സാധിച്ചു. ശക്തമായ നിശ്ചയദാർഢ്യത്തിന് ഏതൊരു ദുരന്തത്തെയും വലിയൊരു വിജയമാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.